ഹലോ എവരി വൺ. ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് ഗർഭകാലത്തിലെ വയറുവേദനയെക്കുറിച്ചാണ്. ആദ്യത്തെ മാസങ്ങളിൽ ഉണ്ടാകുന്ന വയറുവേദന എല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ്. എല്ലാവരും വളരെയധികം ടെൻഷൻ അടിക്കുന്നൊരു കാര്യം കൂടിയാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ഇതേപോലെയുള്ള വയറുവേദനകൾ നമ്മളെ ആകുലപ്പെടുത്തുന്നത്. വയറുവേദന രണ്ട് സൈഡിലും താഴെയും മുകളിലുമായിട്ട് കാണാറുണ്ട്. സാധാരണ പീരിയഡ്സ് പെയിൻ പോലെ തന്നെ ഉണ്ടാകുന്നതാണ്. ചില സ്ത്രീകളിൽ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങുമായിട്ട് ചെറിയ രീതിയിൽ കാണാറുണ്ട്. ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓവുലേഷന് ശേഷം 6 to 12 ദിവസമാണ് ഇംപ്ലാന്റേഷന് നടക്കുന്നത്. അതായത് ഭ്രൂണം യൂട്രസിൻ്റെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കാൻ എടുക്കുന്ന ടൈമും അതേപോലെ ഈ സമയത്ത് പറ്റിപ്പിടിക്കുന്നതിലൂടെ നമ്മൾക്ക് ചെറിയ രീതിയിലുള്ള സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഉണ്ടാകുന്നു. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് വയറുവേദനയും. ഇത് തികച്ചും നോർമലാണ്. ചില സ്ത്രീകളിൽ അമിതമായ ബ്ലീഡിങ് കാണാറുണ്ട്. ഇത് വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതുപോലെ വയറുവേദന ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ് എക്ടോപിക് പ്രഗ്നൻസി. നമ്മളുടെ ഫാലപ്പിയൻ ട്യൂബിൽ വളരുന്ന ഭ്രൂണത്തെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് എങ്ങനെ തിരിച്ചറിയാം? സ്കാനിങ്ങിലൂടെ മാത്രമാണ് നമ്മൾക്ക് എക്ടോപിക് പ്രഗ്നൻസി തിരിച്ചറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും വയറുവേദന വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ ആ സമയം ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ ഇൻബാലൻസ് മൂലവും നമ്മുടെ മസിലുകളെല്ലാം അഴിയുന്നതിൻ്റെ മൂലവുമാണ്. 4-5 മാസങ്ങളിലെല്ലാം കുട്ടിയുടെ തൂക്കം വർദ്ധിക്കുന്നതിനാൽ വയറുവേദന കൂടാൻ ചാൻസ് ഉണ്ട്. വയറിലേക്ക് കൂടുതൽ പ്രഷർ പോകുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് വയറുവേദന അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതെല്ലാം നോർമലും സ്വാഭാവികവുമാണ്. ഇതിൻ്റെ പേരിൽ യാതൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യവുമില്ല. ഇതിനിടയിൽ അടിവയറുവേദന ശക്തമായി വരികയാണെങ്കിൽ പ്രധാനമായും ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ എന്തെങ്കിലും കാണുകയാണ്. എന്ത് ചെയ്തിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ചില സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒന്നാണ് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇതിന് ശക്തമായ അടിവയറുവേദന ഉണ്ടാകുന്നതാണ്. അതിനാൽ നമ്മൾ ഡോക്ടറെ സമീപിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മാസം എടുക്കുന്തോറും വയറുവേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതിനോട് കൂടെ തന്നെ വയറിൻ്റെ മുകളിലായി കോൺട്രാക്ഷൻസ് കാണപ്പെടുന്നുണ്ട്. വയറ് ടൈറ്റാകുകയും ലൂസാകുകയും ചെയ്യുന്നു. ചില സ്ത്രീകളിൽ കോൺട്രാക്ഷൻസ് 7 to 8 മാസത്തിൽ കാണപ്പെടുന്നുണ്ട്. അതും നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി സംസാരിക്കേണ്ടതാണ്. എൻ്റെ പ്രഗ്നൻസി കാലഘട്ടങ്ങളിൽ എനിക്ക് 7-8 മാസമായപ്പോൾ തന്നെ കോൺട്രാക്ഷൻസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അത് നോർമലാണ്. നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും മിക്ക ആൾക്കാർക്കും അങ്ങനെ കാണപ്പെടുന്നുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ആദ്യ മാസങ്ങളിൽ അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്കും വയറുവേദനയുണ്ടായിരുന്നു. നമ്മളുടെ പീരിയഡ്സ് പെയിൻ പോലെ തന്നെയായിരുന്നു അടിയിൽ വയറുവേദന വന്നിരുന്നത്. 3-ാം മാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എനിക്കത് ക്ലിയർ ആവുകയാണ് ചെയ്തത്. ഇതിനെ ഓർത്ത് ഞാനും അന്ന് ടെൻഷൻ അടിച്ചിരുന്നു. ഈ സമയങ്ങളിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ടെൻഷൻ നമ്മളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയാണ് എഫക്റ്റ് ആവുന്നത്. സോ നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ കഠിനമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി സംസാരിക്കുക. പ്രഗ്നൻസി എന്നത് സന്തോഷത്തോടു കൂടെ കൊണ്ടുപോകേണ്ട കാര്യമാണ്. സോ ടെൻഷനൊന്നും ആരും അടിക്കേണ്ട. നല്ല രീതിയിൽ എല്ലാവർക്കും നിങ്ങളുടെ പ്രഗ്നൻസി നന്നായിട്ടിരിക്കട്ടെ എന്ന് ഞാനും പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.